നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ടോ? നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് തൽക്കാലം ഞങ്ങളില്ല മോളെ. കുറച്ചു നേരം ഈ കാറ്റ് കൊണ്ട് ഇങ്ങനെ നിക്കട്ടെ അല്ലേ സാറേ? ഓ, മൊത്തം കപ്പിൾസ് ആണല്ലോ. നമ്മൾ വല്ല സെൽഫി എടുത്തോളാം. നീ പോയ ഒരാളെ കണ്ടുപിടിക്കടി. വിനോദസഞ്ചാര കേന്ദ്രമല്ലേ, നല്ല ചുള്ളന്മാര് പയ്യന്മാരൊക്കെ കാണും. നമ്മളില്ലേ ഉള്ള മനസമാധാനം കൂടി കളയാൻ. പോട്ടെ. നേരാണോ സാറേ അവള് പറഞ്ഞത്? അല്ല, ഈ കല്യാണം മനസമാധാനം കളയുമെന്ന് സാറൊരു അനുഭവസ്ഥനാണല്ലോ. ഒരു പരിധിവരെ അതെ. കുറച്ച് കൂടുതൽ ബാധ്യതകള് നമ്മുടെ തോളിലേക്ക് വന്നു ചേരും. പങ്കാളി, കുട്ടികള്, അവരുടെ ജീവിത ചെലവുകള്, അവർക്ക് വേണ്ടി നീക്കി വെക്കേണ്ട സമയം, അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആഘോഷങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കാനുള്ള ബാധ്യതകള്, അങ്ങനെ അങ്ങനെ അങ്ങനെ. പക്ഷേ ആ ബാധ്യതകൾ ഒരു സുഖമാണോ? സർവതന്ത്ര സ്വതന്ത്രനായിട്ട് വിഹരിച്ചിട്ട് ഒന്ന് വയ്യാതാവുമ്പോ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലെങ്കിലോ? അന്ന് വരെ നമ്മൾ ഇടപെട്ടിരുന്നവർക്കും അന്ന് നമ്മളെ പോലെ തിരക്കായിരിക്കും. തിരക്കുകൾ അസ്തമിച്ച ആശുപത്രി കിടക്കയിൽ കിടന്നാ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും. രോഗക്കിടക്കയിലെ ഒരു സന്ദർശനം, സാരമില്ല എല്ലാം ശരിയാവുമെന്ന് കൈ പിടിച്ചമർത്തി ഹൃദയത്തോട് മന്ത്രിക്കുന്നത്. ഇതൊന്നും പണം കൊടുത്തു മൂടിയാലും ഒരു ഡോക്ടർക്കോ ഹോസ്പിറ്റലും തരാൻ കഴിയത്തില്ലടോ. ഇന്ന് ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണെന്നറിയോ ഇയാൾക്ക്? നോക്ക്. ഇന്നവരനുഭവിക്കുന്ന മനസമാധാനവും ശാന്തിയും ലോകത്ത് മറ്റാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്നേഹം തിരികെ കിട്ടുന്നതിനേക്കാളും വലിയ ഭാഗ്യമൊന്നുമില്ല. ഈ കൈവെള്ളെന്ന് ചോർന്നുപോയ ദാഹജലം തനിയെ വന്ന് നിറയുന്ന പോലെ അത്. ജീവിത സായാഹ്നത്തിലേക്ക് എത്തുമ്പോ ഭാര്യ ഭർത്താക്കന്മാര് നല്ല കൂട്ടുകാരാണോ? ദാമ്പത്യം പോലും അവിടെ ഒരു പ്രധാനമല്ല. കരയുമ്പോ ഒന്ന് ആശ്വസിപ്പിക്കാൻ, സന്തോഷം പങ്കുവെക്കാൻ, തഴയപ്പെടുന്ന ഇടങ്ങളിൽ തുണയായി നിൽക്കാനുള്ള കൂട്ടുകാരനോ കൂട്ടുകാരിയോ. ഈ ലോകം മുഴുവൻ ജയിക്കാൻ ഇറങ്ങിത്തിരിച്ച അലക്സാണ്ടർ ചക്രവർത്തി പോലും ശവമഞ്ചത്തിൽ തന്റെ 2 കൈകളും പുറത്തേക്കിട്ടു. എന്തിനാ? മരിക്കുമ്പോ താനൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി. അതിനേക്കാളും ഭാഗ്യവാന്മാരാണോ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാര്? സ്വർഗത്തിൽ ചെന്ന് അവർക്ക് ദൈവത്തെ വെല്ലുവിളിച്ചിട്ട് പറയാം, അല്ലയോ ദൈവമേ, അലക്സാണ്ടർ ചക്രവർത്തിയേക്കാൾ ഞാൻ ഭാഗ്യവാനാണ്, സമ്പന്നനാണ്. കാരണം എനിക്ക് വേണ്ടി വേദനിക്കാൻ ഒരു ഹൃദയം ഇപ്പോഴും ഭൂമിയിൽ തുടിച്ചുകൊണ്ടിരിപ്പുണ്ടെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.